അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ ചുരുളുകൾ ഇപ്പോഴും അഴിയുന്നില്ല. എന്താണ് ആ വിമാനത്തിന് സംഭവിച്ചത്? നമ്മൾ ഓരോരുത്തരും ചോദിക്കുന്നുണ്ട്. ഒപ്പം അതിൽ യാത്ര ചെയ്ത് മരണപ്പെട്ട 274 പേരുടെ കുടുംബാംഗങ്ങളും ചോദിക്കുന്നുണ്ട്. പത്തനംതിട്ട സ്വദേശി രഞ്ജിത നായരുടെ മൃതദേഹം എവിടെ? DNA ടെസ്റ്റിൽ പോലും ആ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെ നിരവധി പേരുടെ മൃതദേഹങ്ങൾ ചിന്നിച്ചിതറിപ്പോയി. ഇതാരുടെ പിഴവ് കൊണ്ടാണ്? പൈലറ്റിന്റെ പിഴവാണോ? കോ പൈലറ്റിന്റെ പിഴവാണോ? അതോ ഓടിക്കൊണ്ടിരിക്കുന്ന വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറക്കാൻ വിശ്വാസ് കുമാർ ശ്രമിച്ചതാണോ ഈ അപകടത്തിന് കാരണം? ചോദ്യങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ പ്രേക്ഷകർ പറയുന്നത് ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പടച്ചു വിടുകയാണ്. ഒരിക്കലുമല്ല. ഇതൊക്കെ പല കാര്യങ്ങളും ഈ വിമാനവുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും സ്ഥിരീകരിക്കുന്ന തരത്തിൽ അന്തർദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നത്. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഉയർന്നു പൊങ്ങി വെറും 30 സെക്കൻഡ് കൊണ്ട് ഒരു വിമാനം നിലം പതിക്കുന്നു. അതായത് വിമാനം പറക്കുന്നതിന് മുൻപ് തന്നെ ആ വിമാനത്തിന് സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ വിമാനത്തിന്റെ പറക്കുന്ന സംവിധാനങ്ങൾക്കെല്ലാം വീഴ്ചകൾ സംഭവിച്ചിരുന്നു. അത് കൃത്യമായി ആരാണ് കണ്ടെത്താത്തത്? ഇതിൽ അട്ടിമറി സാധ്യതയുണ്ട് എന്ന് പറയാനുള്ള കാരണം, നേരത്തെ ഖാലിസ്ഥാൻവാദികൾ എയർ ഇന്ത്യ വിമാനം തകർക്കും എന്ന് അവർ തന്നെ വീഡിയോയിലൂടെ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ ഖാലിസ്ഥാൻവാദികൾ ഏതെങ്കിലും തരത്തിലുള്ള ഭീകരവാദ അട്ടിമറി ഈ വിമാനവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. കാരണം എയർ ഇന്ത്യയുടെ 787 ബോയിങ് ഡ്രീം ലൈനർ എന്ന് പറയുന്ന വിമാനം ഒരു തരത്തിലും കേടുപാടുകളില്ലാത്ത, അതായത് 20 വർഷം മാത്രമേ കാലപ്പഴക്കമുള്ളൂ, വേറെ വിശ്വാസയോഗ്യമായ വിമാനമാണ്. ആ വിമാനം എങ്ങനെയാണ് വെറും 30 സെക്കൻഡ്, അതാണ് ഇവിടെ എല്ലാവരെയും മുൾമുനയിൽ നിർത്തുന്നത്, 30 സെക്കൻഡ് കൊണ്ട് ഒരു വിമാനത്തിന് എങ്ങനെയാണ് ഇത്ര വലിയ അപകടത്തിലേക്ക് എത്താൻ കഴിയുന്നത്? ഇവിടെ കുറെ കാര്യങ്ങൾ സർക്കാരുകൾ മറച്ചു വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വിമാനം നിർമ്മിച്ച ബോയിങ് കമ്പനിക്ക് ഈ വിമാനത്തിന്റെ തകരാറുകൾ കൃത്യമായി പരിഹരിച്ചിട്ടില്ല. എയർ ഇന്ത്യക്ക് നേരത്തെ തന്നെ പലതവണ താക്കീത് നൽകുന്നത് ഈ വിമാനത്തിന് കൃത്യമായ ചില പിഴവുകളുണ്ട്, ആ പിഴവുകൾ പരിഹരിക്കണം എന്നുള്ളത്. ഇതിനിടയ്ക്ക് വന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, പൈലറ്റ് ആത്മഹത്യ ചെയ്യാനായി, ഏതെങ്കിലും കാരണത്താൽ ആത്മഹത്യ ചെയ്യാനായി പൈലറ്റ് ശ്രമിച്ചതാകാം. അതായിരിക്കാം ഈ അപകട കാരണം. സമാന്തരമായി 2 എഞ്ചിനുകൾ സമാന്തരമായി കേടുപാടാവില്ല. ഒരു എഞ്ചിൻ കേടായാൽ മറ്റേ എഞ്ചിൻ കൊണ്ട് വിമാനം പറത്താനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നടത്താൻ സാധിക്കും. പക്ഷെ ഇവിടെ അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ വിമാനത്തിന്റെ 2 ബ്ലാക്ക് ബോക്സുകൾ കിട്ടിയിട്ടുണ്ട്. അതായത് OVR-ഉം FDR-ഉം. ഈ 2 എണ്ണത്തിനും ചില ഡാമേജുകൾ സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഡാമേജുകൾ സംഭവിച്ചത്? സാധാരണ ബ്ലാക്ക് ബോക്സിന് ഇത്ര ഡാമേജുകൾ സംഭവിക്കാറില്ല, അപൂർവം മാത്രമാണ്. പക്ഷെ അപൂർവമാണെങ്കിൽ പോലും ബ്ലാക്ക് ബോക്സിന് ഇത്തരം ഡാമേജുകൾ സംഭവിക്കാറില്ല എന്ന് വിദഗ്ധർ തന്നെ പറയുന്നു. അങ്ങനെയാണ് എങ്കിൽ എങ്ങനെയാണ് ഈ ബ്ലാക്ക് ബോക്സിന് തകരാറുകൾ സംഭവിച്ചത്? ഇവിടെയൊക്കെയാണ് നമ്മുടെ സംശയം നമ്മൾ ചോദിച്ചു പോകുന്നത് എന്നുള്ളതാണ്. ഈ ഡൽഹിയിലെ ഫോറൻസിക് ലാബിൽ ഈ ബ്ലാക്ക് ബോക്സ് പരിശോധിക്കുമെന്ന് പറയുന്നു, പരിശോധന തുടങ്ങിയെന്ന് പറയുന്നു. അല്ല, അമേരിക്കയിൽ കൊണ്ടുപോയി പരിശോധിക്കുന്നു. കാരണം ബോയിങ് കമ്പനി അമേരിക്കയിലാണ്, അതുകൊണ്ട് അവിടെ കൊണ്ടുപോയി പരിശോധനകൾ നടത്തും. നേരത്തെയും ഇത്തരത്തിലുള്ള വിമാന അപകടങ്ങൾ നടന്നപ്പോൾ നമ്മൾ അമേരിക്കയിൽ കൊണ്ടുപോയാണ് ഇതിന്റെ പരിശോധനകൾ നടത്തിയത്. അതുകൊണ്ട് ഇത്തവണയും അമേരിക്കയിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുന്നു. എന്തുകൊണ്ട് കൃത്യമായ വിവരങ്ങൾ സർക്കാർ പുറത്തുവിടുന്നില്ല, അല്ലെങ്കിൽ അധികൃതർ പുറത്തുവിടുന്നില്ല? കാരണം എന്താണ് തങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് സംഭവിച്ചതെന്ന് അറിയാൻ ഈ മരണപ്പെട്ടവരുടെ വീട്ടുകാർക്ക് അവകാശമുണ്ട്. ആ അവകാശത്തെ നിഷേധിക്കുകയാണ്. അവർക്ക് പണം കൊടുത്ത് അവരുടെ വായ് മൂടിക്കെട്ടാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? ഇപ്പോൾ 1 കോടി രൂപയൊക്കെ ടാറ്റയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പലരും അത്തരത്തിൽ പണങ്ങൾ കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പണം കൊടുത്തെന്ന് പറഞ്ഞ് മരണപ്പെട്ടു പോയവരാരും തിരിച്ചു വരില്ല. രഞ്ജിത നായർ എന്ന് പറയുന്നത് ഒരു വീടിന്റെ അത്താണിയായ ഒരു പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ്. 2 പറക്കമുറ്റാത്ത മക്കൾ, രോഗിയായ ഒരു അമ്മ. ഇവരുടെ ജീവിതം പച്ച പിടിപ്പിക്കാനാണ് ഈ മക്കളെ സ്നേഹിക്കേണ്ട സമയത്ത് ഈ മക്കളെപ്പോലും ഇവിടെ ഇട്ടിട്ട് ആ പെൺകുട്ടി വിദേശത്തേക്ക് യാത്ര തിരിച്ചത്. ആ യാത്രയാണ് അവസാനിക്കാത്ത, അല്ലെങ്കിൽ തിരിച്ചു വരാത്ത ഒരു രീതിയിലേക്ക് പോയത്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇതിന് IIABയുടെ ഇപ്പൊ ഈ വിമാനം തകർന്ന സ്ഥലത്ത് നിന്ന് ഈ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ഇതുവരെ മാറ്റിയിട്ടില്ല. എന്തുകൊണ്ട് മാറ്റിയിട്ടില്ല എന്നുള്ളൊരു ചോദ്യം. ഒരു മെഡിക്കൽ കോളേജിന്റെ അകത്തേക്കാണ് ഈ വിമാനം ഇടിച്ചു കയറിയത്. അതിൻ്റെ ഒരു ചിറക്ക്, അല്ലെങ്കിൽ ഈ മുകൾ ഭാഗം മാത്രമാണ് ഇപ്പോൾ അവിടെ നിന്ന് ഇറക്കി താഴെ വച്ചിട്ടുള്ളത്. മറ്റു ഭാഗങ്ങളൊന്നും മാറ്റിയിട്ടില്ല. IIABയുടെ ചില ആൾക്കാർ വന്ന് പരിശോധന നടത്തുന്നുണ്ട്. പ്രദേശത്തെ ചില ആൾക്കാർ വന്ന് പരിശോധനകൾ നടത്തുന്നുണ്ട്. പ്രാദേശികമായുള്ള പരിശോധനകൾ
മാത്രമാണ്. പ്രദേശത്തെ ആൾക്കാർ എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളല്ല. ഇതുമായി ബന്ധപ്പെട്ട ചില അന്വേഷണ സംഘങ്ങൾ വന്ന് ആ പ്രദേശത്ത് ചില അന്വേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്ന് തൊഴിച്ചാൽ ഇതിന്റെ കാര്യങ്ങളൊന്നും ഗൂഢാലോചനകളുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ അട്ടിമറി സാധ്യതകളോ ഒന്നും പുറത്തു വരുന്നില്ല. വിശ്വാസ് കുമാർ എന്ന് പറയുന്ന വിശ്വാസിന്റെ രക്ഷപ്പെടൽ ഇപ്പോഴും അവിശ്വസനീയമാണ് നമുക്കൊക്കെ. അപ്പോൾ ഈ രക്ഷപ്പെടൽ അതെങ്ങനെയാണ് എന്നുള്ള ചോദ്യം. വിശ്വാസ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ എന്താ പറയുക കീഴിലാണ്. അവർ ഹോട്ടലിലാണ്. അവർ വിശ്വാസിനെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. വിശ്വാസിനോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. ഒരു പ്രതി എന്ന രീതിയിലല്ല വിശ്വാസിനോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നത്. വിശ്വാസിനെ സംശയം തോന്നാനുള്ള കാരണം ഇത്രയും വലിയ അപകടം നടക്കുമ്പോഴും വലിയ തീഗോളങ്ങൾ കത്തുമ്പോഴും തനിക്കൊപ്പം ആ 30 സെക്കൻഡ് യാത്ര ചെയ്തവർ ഓരോരുത്തരും ചിന്നിച്ചിതറി തലയും കാലും ഉടലും എല്ലാം വേർപെട്ട് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ കിടക്കുമ്പോഴും ഒരു കൂസലുമില്ലാതെ ഇടത്തക്കയിൽ ഫോണുമായി കൂളായി നടന്നു പോകുന്ന വിശ്വാസ് കുമാറിനെയാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായും എല്ലാവർക്കും ഒരു സംശയം തോന്നും, ഇയാൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? എമർജൻസി വാതിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിമാനത്തിൽ എമർജൻസി വാതിൽ തുറക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അപ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ എമർജൻസി വാതിൽ വിശ്വാസ് കുമാർ തുറക്കാൻ ശ്രമിച്ചോ? മറ്റാർക്കെങ്കിലും വേണ്ടി ആരെങ്കിലും എമർജൻസി വാതിൽ തുറക്കാം അല്ലെങ്കിൽ തുറന്നു നൽകാം എന്നുള്ള എന്തെങ്കിലും ഒരു ഡിമാൻഡ് ആരെങ്കിലും വച്ചിരുന്നത്, ആരെങ്കിലും അത് പ്രയോജനപ്പെടുത്തിയോ? അത്തരത്തിലുള്ള ചില ഊഹാപോഹങ്ങൾ ഇവിടെ നിൽക്കുന്നു. ഈ ബോയിങ് കമ്പനിക്ക് ഇവിടെ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആ വീഴ്ച മറയ്ക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം അടക്കം ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണങ്ങളൊന്നും നടത്താത്തത് എന്നുള്ളതാണ്. നമുക്കറിയാം ബോയിങ് അമേരിക്കയിലുള്ള ഒരു കമ്പനിയാണ്. എയർബസും ബോയിങ്ങും മാത്രമാണ് ഈ എന്താ പറയുക ഈ വിമാനങ്ങൾ ഉണ്ടാക്കുന്നത്. വിമാനങ്ങൾ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുകളാണ്. ഇൻഡിഗോയും എയർ ഇന്ത്യയൊക്കെ 300-500 വിമാനങ്ങൾ ഓർഡർ ചെയ്തിട്ട് പോലും കിട്ടാനില്ല എന്നുള്ളതാണ്. എന്തിനേറെ പറയുന്നു, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പോലും ഒരു വിമാനം സ്വന്തമായി വേണമെന്ന് പറഞ്ഞിട്ട് അത് കിട്ടാനില്ലാത്തതുകൊണ്ട് ഖത്തർ സമ്മാനമായി കൊടുത്തത് വെച്ചാണ് ഇപ്പോൾ ട്രംപ് വരെ വിമാനത്തിൽ കയറി പോകുന്നത് എന്നുള്ളതാണ് അവസ്ഥ. കാരണം അത്രത്തോളം ഈ 2 കമ്പനികൾ മാത്രമേ നമുക്ക് വിമാനത്തിന്റെ കാര്യങ്ങൾ ചെയ്തു തരാനും വിമാനം നിർമ്മിക്കാനും പറ്റുന്നുള്ളൂ. അപ്പൊ അതിൻ്റെതായ ചില അപര്യാപ്തതകളുണ്ട്. പിന്നെ കൃത്യമായി ഇവർ ഇതിനെക്കുറിച്ച് ഇതിൽ വന്ന വീഴ്ചകളെ കുറിച്ച് അന്വേഷിക്കുന്നില്ല. ഇതിലുള്ള എന്താ പറയുക യാത്രക്കാരുടെ ഡീറ്റെയിൽസ് അന്വേഷിക്കുന്നില്ല. ഒരു പൈലറ്റ് 8200 കിലോമീറ്ററോളം വിമാനം പറത്തിയ അനുഭവമുള്ള പൈലറ്റാണ്. അപ്പോൾ ആ പൈലറ്റിന്റെ കോ പൈലറ്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചു? എങ്ങനെയാണ് 2 എഞ്ചിനും സമാന്തരമായി പരാജയപ്പെട്ടത്? അപ്പോൾ ആ 2 എഞ്ചിനുകൾ പരാജയപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചിരുന്നോ? അല്ലെങ്കിൽ അത്തരത്തിലുള്ള അട്ടിമറി ഈ യാത്രക്കാരുടെ ഇടയിൽ തന്നെ ആരെങ്കിലും അത്തരത്തിലുള്ള അട്ടിമറി ശ്രമവുമായി ബന്ധപ്പെട്ട് ഇതിലുണ്ടായിരുന്നോ? അങ്ങനെ നിരവധി സംശയങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. ആ ചോദ്യങ്ങൾക്കൊന്നും അഹമ്മദാബാദ് വിമാനാപകടം ഉത്തരം നൽകിയിട്ടില്ല. ഉത്തരങ്ങൾ കിട്ടുന്നത് വരെ ഒരുപക്ഷെ മാധ്യമങ്ങൾ അത് ചോദിച്ചുകൊണ്ടേ ഇരിക്കുമെന്നുള്ളതാണ്. ആ ഉത്തരങ്ങൾ കിട്ടാൻ ഇനി വിമാനത്തിനകത്ത് ഈ വിമാനത്തെ തകർക്കാൻ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? ചാവേറായി ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇതൊക്കെ ചോദ്യങ്ങളാണ്. ഇതിനുള്ള ഉത്തരങ്ങൾ വ്യോമയാന മന്ത്രാലയവും അന്വേഷിക്കുന്ന ഏജൻസികളും കൃത്യമായി പുറത്തുവിട്ടാൽ മാത്രമേ നമുക്കും ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ കഴിയൂ. കാരണം പലരുടെയും മൃതദേഹങ്ങൾ ഇപ്പോഴും ചിന്നിച്ചിതറി അവിടെ കിടക്കുകയാണ്.